സ്റ്റുഡൻസ് അപ്പോൾ മാത്സ് എക്സാമിന് വേണ്ടിയിട്ട് സോളിഡ്സ് ഘനരൂപം എന്നുള്ള ചാപ്റ്റർ 20 മിനിറ്റിൽ ഞാൻ മൊത്തം പഠിപ്പിച്ചു തരാം. മക്കളെ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫോർമുല മനസ്സിലായി, ഷേപ്പ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി, ഇക്വേഷൻസും കിട്ടി. അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പഠിപ്പിച്ചു തരാം, ഹോംവർക്ക് ക്വസ്റ്റ്യൻസും തരും. മക്കളെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി തോന്നുന്നു. അതിനോട് കമന്റ് വന്നതാണ് സോളിഡ്സ് വേണം സാർ. ആ കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എഡ്മിന് താങ്ക് ചെയ്തോ. അതേപോലെ തന്നെ അടുത്ത ഇത് ചാപ്റ്റർ വേണം, അടുത്ത ഇത് വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും A+ ജേർണിയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും 7:30 ലൈവുള്ള കാര്യം അറിയാലോ. 7:30 ഇന്ന് ലൈവ് ഉണ്ട്, അടുത്ത ദിവസം ലൈവ് ഉണ്ട്, അടുത്ത ദിവസം ലൈവ് ഉണ്ട്, അടുത്ത ദിവസം ലൈവ് ഉണ്ട്. എല്ലാ ദിവസം 7:30 വരിക. ലൈവായിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് വേണം മക്കളെ. സ്ക്വയർ പിരമിഡ്, കോൺ ആൻഡ് സ്ഫിയർ, ഹെമിസ്ഫിയർ, സിലിണ്ടർ, ഇത്രയും ഫോർമുല ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എല്ലാ ഫോർമുലയും ഒരു സ്ലൈഡിൽ ഓരോ ചാപ്റ്റർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നോട്ട്സിനുണ്ട്, ഓൾ ഷോർട്ട് ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് 1, 2, 3, 4 ഷേപ്പാണുള്ളത്. 5ാമത്തെ ആളും കൂടെ ഉണ്ട്, ഒരു ചെറിയ വില്ലനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇത് വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, ഓരോ ഡയഗ്രാമും ഒന്ന് ചെയ്ത് പഠിക്കണം, ഓരോ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയ്ക്ക് 2 രീതിയിലെ ഡയഗ്രാം വരും. ഓക്കെ, ഇത് കണ്ടാൽ എന്താണ്, ഒരു സ്റ്റാർ പോലെ ഉണ്ട്. ഇത് പേപ്പർ മടക്കി ഇങ്ങനെ വെച്ച്, അത് മടക്കി ഇങ്ങനെയും 2 ചിറകുകൾ, ഇത് ലാറ്ററൽ ഫേസ് രണ്ടെണ്ണം ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണ് നമുക്ക് സ്ക്വയർ പിരമിഡ് കിട്ടുക. അപ്പോൾ ഈ ഷേപ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താണ് ബേസ് എച്ച്. മക്കളെ നോട്ട് ചെയ്തോ, ദിസ് ഇസ് ദ ബേസ് എച്ച്. ഇതാണ് എ. ഇതൊരു സ്ക്വയർ ആണ്, താഴെ ഒരു സ്ക്വയർ ആണ് ബേസ് എച്ച്. ഓക്കെ, എ. ഇനി നമുക്ക് അടുത്തെന്താണ് ഹൈറ്റ്. ഈ ഡയഗ്രത്തിൽ ഹൈറ്റിൽ ഇതിന് ഉയരം ഉണ്ടോ, പുറത്തേക്ക് വരുന്നില്ല, അപ്പോൾ ആ ഹൈറ്റ് ഇല്ല. ഓക്കെ, പിന്നെ വരുന്ന സ്ലാൻഡ് ഹൈറ്റ്, ചെരിവ് ഉയരം എന്ന് പറയുമ്പോൾ മക്കളെ ഇതാണ് ചെരിവ് ഉയരം. ഇത് ചെരിഞ്ഞിട്ടല്ല, ഫോട്ടോയിൽ ചെരിഞ്ഞിട്ടല്ല, ഇയാൾ ഇങ്ങനെ ചെരിയുമ്പോൾ ചെരിവാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ചെരിവ് ഉയരം, സ്ലാൻഡ് ഹൈറ്റ്. ഇതൊക്കെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റിന്റെ പ്രത്യേകത 90 ഡിഗ്രിയാണ് നിലമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ബേസ് ആയിട്ട് ഉണ്ടാക്കുന്നത് 90 ഡിഗ്രി. എൽ. ഇനി വരുന്നത് ലാറ്ററൽ എഡ്ജ്. നമ്മൾ വിചാരിക്കും L വെച്ച് തുടങ്ങുന്നത് ലാറ്ററൽ എഡ്ജ് അല്ല, ഇ ആണ്. ഇ. ഓക്കെ, ലാറ്ററൽ എഡ്ജ് എന്ന് പറയുമ്പോൾ ഇയാളാണ്, ഇയാളും. ഓക്കെ, ഇതും ലാറ്ററൽ എഡ്ജാ, ഇതും ലാറ്ററൽ എഡ്ജാ, ഇതും ലാറ്ററൽ എഡ്ജാ, ഇതും ലാറ്ററൽ എഡ്ജ്. ഓക്കെ, പാർശ്വവക്ക്, പാർശ്വമുഖം, 4 പാർശ്വമുഖം ഉണ്ട്, 4 ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ 4 എണ്ണത്തിന്റെയും പരപ്പളവ് എത്രയാ, അതിനെ വിളിക്കും LSA. ഓക്കെ, പാർശ്വമുഖ പരപ്പളവ് അതാണ് 2AL. എന്താണ് 2 × A × L. ഓക്കെ, സംഭവം റെഡി. ബേസ് ഏരിയ എന്താ മക്കളെ, ബേസ് ഏരിയ പാദ പരപ്പളവ്. ഇവിടെ സ്ക്വയർ കണ്ടോ, അത് സ്ക്വയർ ആയതുകൊണ്ട് A സ്ക്വയർ, ഇത്രേ ഉള്ളൂ. ആൻഡ് TSA എന്ന് പറയുമ്പോൾ ടോട്ടൽ ആകെയുള്ള പരപ്പളവ് എന്ന് പറയുമ്പോൾ LSAയും TSAയും കൂടി കൂട്ടി എത്ര കിട്ടും മക്കളെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 2AL + A സ്ക്വയർ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതും കിട്ടി. മൊത്തം പെയിന്റ് അടിക്കണം, നേരവും സൈഡും ഒക്കെ പെയിന്റ് അടിക്കണമെങ്കിൽ എനിക്ക് TSA വേണം. ഇനി വോളിയം അഥവാ വ്യാപ്തം. വോളിയം വ്യാപ്തം എപ്പോഴും സിമ്പിൾ ആണ്. ബേസിന്റെ പരപ്പളവ്, ബേസ് ഏരിയ എത്രയാ മക്കളെ, A സ്ക്വയർ. ഹൈറ്റ് എത്രയാ, H. അപ്പൊ A സ്ക്വയർ × H ആണ് വരിക. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഇതിങ്ങനെ വലുതാവും തോറും ചെറുതാവും, മേലേക്ക് വരുമ്പോൾ ചെറുതാവുന്നുണ്ട്. 1/3. ഈ 1/3 ഓർക്കും, 1/3 A സ്ക്വയർ H. ചില ഫോർമുലയിൽ അത് മാറും. ഓക്കെ, അപ്പൊ ഈ ഫോർമുലകൾ കിട്ടി. ഹൈറ്റ് എവിടെ വരിക ഞാൻ മനസ്സിലാവും. ഹൈറ്റിന് വേണ്ടിയിട്ട് മക്കളെ ഇതിന് 2ാമത്തെ ഡയഗ്രാം ഉണ്ട്, ഇയാൾ. ഇതാണ് സ്ക്വയർ പിരമിഡ് 3D ആയിട്ട് വെക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ ഏറ്റവും മേലെ നിന്ന് ഒരു കല്ല് നിലത്തേക്ക് ഇട്ടാൽ നടുക്കിൽ മീറ്റ് ചെയ്യും. ഓക്കെ, ഈ ലൈനെ നമ്മൾ വിളിക്കും ഹൈറ്റ്. ഈ ചെരിവ് ഉയരം, ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന സാധനമാണ് L, സ്ലാൻഡ് ഹൈറ്റ്, ചെരിവ് ഉയരം. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാ, ഇത് എപ്പോഴും A/2 കേട്ടോ. ഇത് മൊത്തം A ആണെങ്കിൽ ഓക്കെ, പകുതിക്ക് കറക്റ്റ് നടുക്കിലാണ് വീഴുക. ഓക്കെ, അതുകൊണ്ട് തന്നെ 2 ഫോർമുല നിങ്ങൾ പഠിക്കാനുണ്ട്. ഫോർമുല നോട്ട് ചെയ്തോ, A/2 ഹോൾ സ്ക്വയർ + H സ്ക്വയർ = L സ്ക്വയർ. ഇതൊരു ഫോർമുല. അതേപോലെ തന്നെ A/2 ഹോൾ സ്ക്വയർ, ഈ പ്രാവശ്യം L സ്ക്വയർ കൂട്ടിയാൽ E സ്ക്വയർ കിട്ടും. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ ഫോർമുലയും ഇതാ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് ഏരിയ, LSA, TSA, വോളിയം, ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പഠിച്ചാൽ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്വയർ പിരമിഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 രീതിയിലെ ക്വസ്റ്റ്യൻ വരാം. ഒന്നെങ്കിൽ ഒരു ലാറ്ററൽ ഫേസ് തരും. എന്താണ് ലാറ്ററൽ ഫേസ്, പാർശ്വമുഖം തരും, അല്ലെങ്കിൽ മൊത്തം ഡയഗ്രാം തരും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ 2 ഞാൻ പഠിപ്പിച്ചു തരാം. 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, ഇത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, റെഡി. ദ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് തന്നു, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെ ഈ ചെറുക് പോലെ 4 പാർശ്വമുഖങ്ങൾ ഇക്വലാറ്ററലാണ്. അപ്പോൾ ഇയാളും ഈക്വൽ ആണ്, തുല്യമാണ്. ഓക്കെ, ഇഫ് ദ ലെങ്ത് ഓഫ് 1 ബേസ് എഡ്ജ്, മക്കളെ ബേസ് എഡ്ജ് അതാ പാദവക്ക് എന്ന് പറയുമ്പോൾ A എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ ആണ്. വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഇയാളാണോ, ഇത് E ആണ് മക്കളെ, E ആണ്, ഇത് E ആണ്. ഓക്കെ, ഇത് E ആണ്, നമുക്ക് വേണ്ടത് ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റിന്റെ പ്രത്യേകത ബേസ് എഡ്ജിന്റെ കറക്റ്റ് നടുക്കിൽ വരും. അപ്പോൾ എന്താണ്, ഇവിടെ 20 ആണ്, ഇത് 10, ഉള്ളിൽ 10 കിട്ടി. ഇനി മക്കളെ നിങ്ങൾ ഒരു ഫോർമുല ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല,
a/2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ. ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊരു പൈത്തഗോറിയൻ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം. 10 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ. 10 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ. അതാണ് 20 സ്ക്വയർ അല്ലേ? ഈ എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ. അപ്പോൾ എത്ര വരിക? നമുക്ക് എൽ സ്ക്വയർ ഇവിടെ വെക്കാം. 20 സ്ക്വയർ 400 മൈനസ് ഈ 100 അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എത്രയാ? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 300. എൽ എന്ന് പറയുമ്പോൾ റൂട്ട് 300. ആ 100 പുറത്തെടുത്താൽ 10√3. എന്താ ആൻസർ വരിക? 10√3. ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സമയം കുറവായിട്ടുണ്ട്. അടുത്ത ഷേപ്പ് നോക്കിയത് ഫുൾ ഡയഗ്രാം തന്നു. നമ്മുടെ ചൂടി ഫുൾ ഡയഗ്രാം തന്നു. എന്നിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇതാണ് ഡയഗ്രാം. ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്ക്വയർ പിരമിഡ് ഇസ് മെയ്ഡ് ബൈ കട്ടിംഗ് ദ പേപ്പർ സ്ലൈഡ് ഓഫ്. നോക്കിയേ, ഇവിടെ സൈഡ് ഓഫ് സ്ക്വയർ നോക്കിയേ 40 ആണെന്ന് പറഞ്ഞു. ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ 25. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ട്രിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ, ത്രികോണം, സ്ക്വയർ പിരമിഡിന്റെ അല്ല. ഇവര് പറഞ്ഞത് ഇയാളുടെ ഹൈറ്റ്. മക്കളെ എല്ലാവരും ചാറ്റിൽ പറയാ ഈ ഹൈറ്റ് എന്താണ്, ഇതെന്താണ്? ഇത് 25 സെന്റിമീറ്റർ ആണെന്നാ പറഞ്ഞത്. ഇത് എന്താണ്? എച്ച് ആണോ? ഇത് ഹൈറ്റ് ആണോ? ട്രയാങ്കിളിന്റെ ഹൈറ്റ്. പക്ഷെ സ്ക്വയർ പിരമിഡിന്റെ ആരാ? കമന്റ് ചെയ്യുക. അത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ സെറ്റ് ആവും, ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, അത് കിട്ടി. അങ്ങനെയാണ് മക്കളെ. ഇത് 40 ആണെന്ന് പറയുന്നു. 40 എന്ന് പറഞ്ഞാൽ എ ആണ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്ലാൻഡ് ഹൈറ്റ്, ചെരിവ് ഉയരമാണ് അത് മക്കളെ. ഇത് എപ്പോഴും ചെരിവ് ഉയരം 25. ഇനി നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? വാട്ട് ഇസ് ദ സ്ലാൻഡ് ഹൈറ്റ്? അത് നമ്മൾ കണ്ടുപിടിച്ച ഇതാ 25 സെന്റിമീറ്റർ. ക്വസ്റ്റ്യനിൽ തന്നെ വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. പിരമിഡിന്റെ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഫോർമുല ഏതാ ഉപയോഗിക്കേണ്ടത്? ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്താണ് വരിക? a/2 ഹോൾ സ്ക്വയർ 20 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 സ്ക്വയർ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം 12 കിട്ടും തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, 15. കാൽക്കുലേറ്റ് ദ വോളിയം. ഇത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക വോളിയം. അപ്പോൾ എച്ച് നിങ്ങൾക്ക് 15 ആയിരിക്കും കിട്ടുക. അത് നിങ്ങൾ കമന്റ് ചെയ്യാം, ഞാൻ ഗസ് ചെയ്യാം കേട്ടോ. വോളിയം എന്താണ് ചെയ്യേണ്ടത്? 1/3 a സ്ക്വയർ എച്ച്. a സ്ക്വയർ 40 സ്ക്വയർ, എച്ചും കമന്റ് ഇൻറ്റു എച്ച്. ഓക്കെ, വോളിയത്തിന്റെ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് ആണ് വരിക, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്. ഇവിടെ നമ്മൾ സെന്റിമീറ്ററിൽ സംസാരിക്കുന്നതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? സ്ക്വയർ പിരമിഡ് ഇത്രേ ഉള്ളൂ. നമ്മൾ 7 മിനിറ്റ് എടുത്ത്. ഇതാണ് ഏറ്റവും വലിയ ടോപ്പിക് ഇതിൽ പഠിക്കാനുള്ള. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. പ്ലീസ് കമന്റ് ചെയ്യുക. ഇത് പോസ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതും കൂടി നിങ്ങൾ സ്വന്തം ചെയ്താൽ സെറ്റായി. അടുത്ത ഷേപ്പാണ് വൃത്തസ്തൂപിക. 2 ഡയഗ്രാം ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു വലിയ സർക്കിളിൽ നിന്ന് മുറിച്ചെടുക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് നമുക്ക് വേണ്ട ഡയഗ്രാം. ഓക്കെ, മക്കളെ ഒരു സർക്കിൾ ഉണ്ടാവും ഡയഗ്രാമായിട്ട്. ഓക്കെ, അതിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചുരുട്ടി ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ, റെഡി. കോൺ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ വരുന്ന ഈ സർക്കിളിന്റെ റേഡിയസ്, വൃത്തത്തിന്റെ ആരം ക്യാപിറ്റൽ R. നടുക്കിൽ മുറിക്കുന്നത് എക്സ് ഡിഗ്രി. ഓക്കെ, എക്സ് ഡിഗ്രി. ഇനി നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് നോക്കിയേ, എക്സ് ബേസ് റേഡിയസ് കിട്ടി. ബേസ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ റേഡിയസ്. ഓക്കെ, ഇത് നമ്മുടെ കോണിന്റെ റേഡിയസ് ആണ്, പാദാരം. ആൻഡ് സർക്കിളിന്റെ റേഡിയസ് കിട്ടി, എക്സ് സെൻട്രൽ ആംഗിൾ. ഹൈറ്റ് കിട്ടി മക്കളെ. ഇത് നോക്കിയേ, ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്, ഇതാണ് ഹൈറ്റ്. ഓക്കെ, ഇവിടെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ കാണാമല്ലോ. HRL കണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇക്വൽ എൽ സ്ക്വയർ കിട്ടിയത്. ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ഇതും ഈ ക്യാപിറ്റൽ ആറും സെയിം ആണ്. ഇത് രണ്ട് സെയിം ആണ്. എപ്പോഴും ഫസ്റ്റ് ചോദ്യം അതാ തരാം. ഇയാൾ 10 സെന്റിമീറ്റർ ആണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കും. സർക്കിളിൽ കട്ട് ചെയ്തത് റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ഇയാൾ എത്ര? 5 സെന്റിമീറ്റർ. സെയിം. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ സെൻട്രൽ ആംഗിളും റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള ബന്ധം. പിന്നെ ബേസ് ഏരിയ മക്കളെ, ഇതിന്റെ പാദത്തിന്റെ പരപ്പളവ് സ്ക്വയർ എന്താണ്? സർക്കിളാണ്, πr സ്ക്വയർ. CSA കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് πRL. സൈഡ്, കോണിന്റെ സൈഡ് മാത്രമുള്ളത്. ആൻഡ് TSA എന്ന് പറയുമ്പോൾ ഇതും കൂട്ടിയാൽ πr × r+l. വോളിയം എന്ന് പറയുമ്പോൾ 1/3. വീണ്ടും 1/3 ബേസിന്റെ പരപ്പളവ് ഇൻറ്റു ഹൈറ്റ്, 1/3 πr² h. ഓക്കെ, ഇതാണ് പഠിക്കേണ്ടത്. 1-2 ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാം. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് തന്നെ ചെയ്യണം. ആ ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. കോൺ ഇസ് മെയ്ഡ് അപ്പ് ബൈ റോളിംഗ് എ സെമി സർക്കിൾ. മക്കളെ സർക്കിളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഒരു സർക്കിൾ ഉണ്ട്, അതിൽ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? പകുതി, അർദ്ധവൃത്തം. ഓക്കെ, ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. ഇത് 180 ഡിഗ്രി ആണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ക്ലൂ. 20 സെന്റിമീറ്റർ. മക്കളെ 20 സെന്റിമീറ്റർ ക്യാപിറ്റൽ ആർ ആണോ സ്മോൾ ആർ ആണോ? സർക്കിളിന്റെ റേഡിയസ് ആകുമ്പോൾ ക്യാപിറ്റൽ ആർ, 20 സെന്റിമീറ്റർ. ഓക്കെ, നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് ആണ്. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ. വാട്ട് ഇസ് ദ സ്ലാൻഡ് ഹൈറ്റ്? ചെരിവ് ഉയരം. മക്കളെ ചെരിവ് ഉയരം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ ആയിട്ട് ഇരിക്കുക. ചെരിവ് ഉയരം 20 സെന്റിമീറ്റർ കിട്ടിയല്ലോ. ആദ്യത്തെ ചോദ്യം എപ്പോഴും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കോൺ. കോണിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ചെറിയ ആർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് x/360 = r/l. ഈ ഫോർമുല നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ്. എക്സ് എന്താണ്?
സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 180 ഡിഗ്രിയാണ് മുറിച്ചത്. 180 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു R നമുക്കറിയില്ല. L എത്രയാണ് മക്കളെ? L നമുക്ക് 20 ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ L 20 എഴുതുന്നു. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക മക്കളെ? ഇതും കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു, 1/2 കിട്ടി. R/L is equal to 1/2. 20 ഇങ്ങോട്ട് കളഞ്ഞേ, 20/2 is equal to റേഡിയസ്. റേഡിയസ് എല്ലാവർക്കും കിട്ടും 10 സെന്റിമീറ്റർ. ഇനി ഫൈൻഡ് ദ കർവ് സർഫസ് ഏരിയ. നമ്മൾ വളച്ചിരിക്കുമ്പോൾ ഒരു കോണല്ലാന്ന് അറിയാം, കോണിന്റെ സൈഡിൽ കൂടെയുള്ള ഏരിയ, വക്രതല പരപ്പളവ് അഥവാ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു R ഇൻറ്റു L. മക്കളെ പൈ RL ആണ്. പൈ ഇൻറ്റു R എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ, 10 ഇൻറ്റു L എത്രയാ? സ്ലാൻഡ് ഹൈറ്റ് 20. അപ്പോൾ എത്രയും മക്കളെ ആൻസർ കിട്ടുക? 200 പൈ സെന്റിമീറ്റർ സ്ക്വയർ. പൈ എപ്പോഴും പൈ ആയിട്ട് വെച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതല്ലാണ്ട് വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, ഇതിന്റെ പ്ലീസ് കമന്റ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോണിന്റെ ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് കോൺ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കോൺ ആണ്, അപ്പൊ സ്മോൾ ലെറ്റർ R ആണ് 3. ഓക്കെ, ആൻഡ് ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഹൈറ്റ് വളരെ സിമ്പിളാണ്. പൈത്തഗോറസ് മക്കളെ 3-5 ഹൈറ്റ് എത്രയാ പറയാ? ഫൈൻഡ് ദ വോളിയം 1/3 പൈ R സ്ക്വയർ H. അതോടെ നിങ്ങൾ കോണിനെയും പഠിച്ചു. ഇത്രയും നേരം അൻസാറിന്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ സ്വന്തം ചാനൽ ഇഷ്ടപ്പെടുക. അവിടെ സയൻസ് ആൻഡ് ടെക് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ടെക് വീഡിയോ ആൻഡ് ഗിവ് അവേ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് മക്കളെ ചാനലിൽ കൂടെ. ഓക്കെ, 300K ആകുമ്പോഴായിരിക്കും സബ്സ്ക്രിപ്ഷൻ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഗിവ് അവേ വരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ലാസ്റ്റ് 2 വളരെ സിമ്പിൾ ഷേപ്പ് ഉണ്ട്. ഒരു ഫുട്ബോളും തണ്ണിമത്തൻ പകുതിക്ക് മുറിച്ചതും. മക്കളെ ഇവിടെ എന്താണ് വരുന്നത്? ഏരിയ 4 പൈ R സ്ക്വയർ. ഓക്കെ, 4 പൈ R സ്ക്വയർ. ഇവിടെ വക്രതല പരപ്പളവ് CSA TSA ഒന്നുമില്ല, ആകെ ഒരു ഏരിയയുള്ള മൊത്തം പുറത്ത് 4 പൈ R സ്ക്വയർ. ഓക്കെ, വോളിയം എന്ന് പറയുന്നത് 4/3 പൈ R ക്യൂബ്. മക്കൾ ഇത് എഴുതുക, വീണ്ടും എഴുതുക. ഏരിയ എന്ന് പറയുന്നത് 5 പൈ R സ്ക്വയർ, 4/3 പൈ R ക്യൂബ്. ഓക്കെ, ഇനി അതേ സാധനം പകുതിക്ക് മുറിച്ചാൽ, കറക്റ്റ് പകുതിക്ക് മുറിച്ചാൽ ഇവിടെ 2 ഏരിയ സർഫസ് ഉണ്ട്. നോക്കിയേ, ഇതാണ് ബേസ് ഏരിയ. ഓക്കെ, ഇത് ബേസ് ഏരിയ. ഇതെന്താണ് മക്കളെ? ഈ വളഞ്ഞിരിക്കുന്നത്, ഈ വളഞ്ഞിരിക്കുന്ന ഏരിയ എന്താണ്? അതാണ് CSA. ഓക്കെ, CSA എന്ന് പറയുമ്പോൾ ഇയാളാണ്. ഓക്കെ, വളഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം, കർവ്ഡ് സർഫസ് ഏരിയ. അത് 2 പൈ R സ്ക്വയർ. ഇയാളുടെ പകുതിയാണ് 2 പൈ R സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ ഈ നടുക്കുന്ന ഭാഗം പ്ലസ് ചുറ്റുവട്ടം ഉള്ളു. ഓക്കെ, അപ്പൊ എത്രയാ? 3 പൈ R സ്ക്വയർ. വോളിയം ഇയാളുടെ പകുതി 4 പൈ R ക്യൂബ്, 4/3 പൈ R ക്യൂബ്, 2/3 പൈ R ക്യൂബ്. ഓക്കെ, നോട്ട് ചെയ്തല്ലോ. എപ്പോഴും ഇത് ഇങ്ങോട്ട് മുറിച്ചു എന്നും ഇങ്ങോട്ട് ഷേപ്പ് മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് നല്ല ഉറപ്പാണ് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ദ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സ്ഫിയർ. ഓക്കെ, സർഫസ് ഏരിയ മക്കളെ ഒരു സോളിഡ് സ്ഫിയർ ഉണ്ടായിരുന്നു. ഓക്കെ, സോളിഡ് സ്ഫിയർ, അയാളുടെ സർഫസ് ഏരിയയുടെ ഫോർമുല എന്തായിരുന്നു? അതിന്റെ ഏരിയ, സർഫസ് ഏരിയ വെറും ഏരിയ എത്രയാ? 4 പൈ R സ്ക്വയർ. ഓക്കെ, അപ്പൊ 120 ആണെന്ന് തോന്നുന്നു. അപ്പൊ 120 സെന്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു 4 പൈ R സ്ക്വയർ. ഓക്കെ, അങ്ങനെ എഴുതിയുള്ളൂ. ഏരിയ എത്ര എനിക്ക് തന്നു, എഴുതി. ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 ഹാഫ്സ്, മക്കളെ അതിനെ 2 ഭാഗങ്ങളായിട്ട് മുറിച്ചാൽ ഇങ്ങനെ മേലെ ഒരു ഭാഗം കിട്ടും, താഴെ ഒരു ഭാഗം കിട്ടും അല്ലേ? മേലെയും താഴെ ഒരു ഭാഗം കിട്ടും. 2 ഹാഫ്സ്. വാട്ട് വുഡ് ബി ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച്? ഇയാളുടെ സർഫസ് ഏരിയ എത്രയാ മക്കളെ? നമുക്ക് ഏരിയ ടോട്ടൽ TSA എത്രയാ നമുക്കറിയാം. ഇവിടെ ഉള്ളതും. അപ്പൊ എത്രയാ? ഓരോന്നിന്റെ ചോദിച്ചാൽ 3 പൈ R സ്ക്വയർ. 3 പൈ R സ്ക്വയർ. ഇവിടെ 4 പൈ R സ്ക്വയർ, 3 പൈ R സ്ക്വയർ ആണ്. റേഡിയസ് മാറോ? R മാറോ? R എന്നുള്ള ലെറ്റർ രണ്ടാളും സെയിം ആണ്. ഇത് മുറിക്കുമ്പോൾ ഇതിന് തന്നെ റേഡിയസ് ആണ്. ഇത്രയും ചെയ്താൽ മതി. 4 പൈ R സ്ക്വയർ ഇതാണെങ്കിൽ നമുക്ക് 3 പൈ R സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ 4 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പം 120/4 is equal to പൈ R സ്ക്വയർ. അപ്പോൾ നോക്കിയാൽ 120/4 എത്രയും മക്കളെ? 30. ഓക്കെ, പൈ R സ്ക്വയർ എന്ന് പറയുന്നത് 30. പൈ R സ്ക്വയർ എന്ന് പറയുന്നത് 30. അത് കിട്ടിയല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ വെറുതെ കഷ്ടപ്പെടാൻ നിൽക്കണ്ട. ഇവിടെ ആൻസർ 3 പൈ R സ്ക്വയർ. 3 × 30 ചെയ്താൽ മതി. 3 × 30 എന്തുകൊണ്ടാണ് മക്കളെ? പൈ R സ്ക്വയർ 30 ആണ്. 3 × 30 അത്ര ചെയ്താൽ മതി. ആൻസർ എത്രയാ? 90 സെന്റിമീറ്റർ സ്ക്വയർ. മക്കളെ യൂണിറ്റ് തെറ്റിക്കരുത്. പിന്നെ അടുത്ത എല്ലാവർക്കും വേണ്ട ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ ക്വസ്റ്റ്യൻ. മക്കളെ റേഷ്യോ ക്വസ്റ്റ്യൻ, അംശബന്ധം ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാ, നല്ലോണം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാ. ദ റേഡിയ ഓഫ് 2 ഹെമിസ്ഫിയർ. 2 അർദ്ധഗോളത്തിന്റെ നോക്കിയേ, ഇത് പറഞ്ഞോ, ഇത് വേറെ ആണോ? ഓക്കെ, കുറച്ചുകൂടി വലുതായിരിക്കും അല്ലേ? ഇതിന്റെ റേഡിയസ് നമ്മൾ R1 എന്ന് വിളിക്കുന്നു, ഇയാളുടെ റേഡിയസ് R2 എന്ന് വിളിക്കുന്നു. 2 അർദ്ധഗോളുണ്ട്. അവരുടെ റേഷ്യോ എന്താണ്? R1 R2 ഉള്ള അംശബന്ധം 1:2. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി ചോദിക്കുന്നത് അവരുടെ ഏരിയന്റെ. ഓക്കെ, സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ TSA CSA എന്ന് വിചാരിക്കേണ്ട. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ പൊതുവേ മൊത്തം ടോട്ടൽ സർഫസ് ഏരിയ ഏത് ഉപയോഗിച്ചാലും ആൻസർ സെയിം ആണ് മക്കളെ. TSA 1
TSA2 എത്രയാ? TSA1 എത്രയാ? ഫസ്റ്റ് ആളുടെ മൊത്തം സർഫസ് ഏരിയ 3πr². 3πr². പക്ഷെ ഇവിടെ ഫസ്റ്റ് ആളോട് സംസാരിക്കുന്നുണ്ട് 3πr1²ഉം ഇവിടെ 3πr2². നിങ്ങളത് 2πr² എടുത്താലും കുഴപ്പമൊന്നുമില്ല, സെയിം ആൻസർ വരും. ഇനി നമുക്ക് ഇവരുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. TSA1/TSA2. ഓക്കെ, TSA2 നിങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3πr1². ഓക്കെ, ഇത് നോട്ട് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? 3πr2². ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് 3πr1² ഡിവൈഡ് ബൈ 3πr2². 3π കട്ടായി. അപ്പോൾ എന്താ അവസാനം വരുന്നത്? R1/R2². ഓക്കെ, ഞാൻ മൊത്തം ഒരുമിച്ച് എടുത്തു. R1/R2 ക്വസ്റ്റ്യൻ എന്നിട്ട് 1/2 ആണ്. മക്കളെ 1/2ന്റെ സ്ക്വയർ എത്രയാ? മക്കളെ മേലെ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. സോ സർഫസ് ഏരിയന്റെ റേഷ്യോ 1/4 അല്ല, 1:4. ഓക്കെ, ഇനി നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ റേഷ്യോ. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ വോളിയം? വ്യാപ്തത്തിന്റെ അംശബന്ധം. പ്ലീസ് എവ്രി വൺ കമന്റ്. ഓക്കെ, ഇവിടെ യൂണിറ്റ് ഉണ്ടാവില്ല, 1:4 എന്നായിരിക്കും. അതേപോലെ വോളിയത്തിന്റെ റേഷ്യോ എല്ലാവരും കമന്റ് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഷേപ്പ് വരുന്നതാണ് നമ്മുടെ സിലിണ്ടർ. ഓക്കെ, വൃത്തസ്തംഭം. ഓക്കെ, വൃത്തസ്തംഭം ആകെ എത്ര നമുക്ക് റേഡിയസും ഹൈറ്റും ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കോൺ കണ്ടില്ലേ? സി, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. നമ്മളൊരു കോൺ കണ്ടില്ലേ? ഈ കോൺ. ഓക്കെ, ഈ കോൺ എന്ന് പറയുന്നത് ഒരു വൃത്തസ്തംഭത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന സാധനം. ഇങ്ങനെയാണ്, അതിന് 1/3 വരുന്നുള്ളൂ. ഓക്കെ, സി ആ ഷേപ്പാണ്. അപ്പോൾ ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ഒന്നുമില്ല, നേരെ വരുന്നത്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ബേസ് ഏരിയ πr². ബേസ് ഏരിയ πr². മേലെയും താഴെ 2 ബേസ് ഏരിയ ഉണ്ട് കേട്ടോ. 2 ബേസ് ഏരിയ ആകുമ്പോൾ 2 πr². മേലെയും താഴെയും കൂട്ടുകയാണെങ്കിൽ അതുകൊണ്ടാണ് ടോട്ടൽ സർഫസ് ഏരിയയിൽ 2πr² + 2πrh. സൈഡിൽ 2πrh. അതാണ് വോളിയം πr²h. ഇയാളുടെ വോളിയം എന്തായിരുന്നു? ഇയാളുടെ വോളിയം ഓഫ് കോൺ എത്രയായിരുന്നു മക്കളെ? 1/3 πr²h. ഇവിടെ നോക്കിയാൽ ഇവിടെ വെറും πr²h. ഓക്കെ, അതിൻ്റെ 1/3 ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അതോടെ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ള ഫോർമുലയും കാര്യങ്ങളൊക്കെ പഠിച്ചു. നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാധ്യതകളുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു സ്ക്വയർ എടുക്കുക, ഒരു ക്യൂബ്. ഓക്കെ, ഒരു സമചതുര പെട്ടി. ഓക്കെ, നോക്കി കട്ടാം. അപ്പോൾ അതിനുള്ളിൽ ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന ഗോളം. ഓക്കെ, ഒരു സ്ഫിയർ കറക്റ്റ് ഇതിൽ ഫിറ്റ് ആവും. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. വേറെ വരുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. മാക്സിമം വളപ്പം നോക്കിയേ, ഇത് റേഡിയസ്. ഓക്കെ, ഇതൊരു സൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻസ് കുറേ വരും, ഞാൻ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അത് പോരാന്ന് നോക്കിയാൽ ഒരു സിലിണ്ടർ. ഓക്കെ, അതിനുള്ളിൽ ഫിറ്റ് ആവുന്ന കറക്റ്റ് റേഡിയസും ഹൈറ്റും ഉള്ള ഒരു കോൺ. ഓക്കെ, ഒരു വൃത്തസ്തംഭത്തിനുള്ളിൽ വൃത്തസ്തൂപിക ഉണ്ടാവും, കറക്റ്റ് ഫിറ്റ് ആവുന്നത്. അതേപോലെ തന്നെ നോക്കിയാൽ മക്കളെ, ഒരു വൃത്തസ്തംഭത്തിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന എന്തുണ്ടാവും? ഒരു ഗോളം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇയാളുടെ റേഡിയസും സെയിം ആയിരിക്കും. ഇയാളുടെ റേഡിയസും ഇയാളുടെ ഹൈറ്റും സെയിം ആയിരിക്കും. രണ്ടാൾക്കാരുടെ ഹൈറ്റും. അതിൻ്റെയൊക്കെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയൊക്കെ പഠിക്കണം. ഇത് പോരാതെയും കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്, നമ്മളൊക്കെ കണ്ട അല്ലേ? സി, ഒരു വൃത്തസ്തംഭം, അതിന് മേലെ എന്ത് ഷേപ്പ് വേണേ കേട്ടോ. ഒരു ഹെമിസ്ഫിയർ ആവാം. ഓക്കെ, ഇങ്ങനെ വരാം. അതിനോടൊപ്പം ചിലപ്പോൾ നമുക്ക് എന്താണ്, താഴെ നിങ്ങൾക്ക് ഒരു കോൺ വരാം. ഓക്കെ, ഒരു കോൺ വരാം. അതേപോലെ എത്ര ഷേപ്പ് വേണമെങ്കിൽ വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് പറയുക, നിങ്ങൾക്ക് ഒരു ഇങ്ങനെ വരാം, ഒരു വൃത്തസ്തംഭം ഒരു കോണും കൂടി മിക്സ് ചെയ്തിട്ട് വരാം. ഇങ്ങനത്തെ ഷേപ്പുകളൊക്കെ പഠിക്കണം.